ഹായ്. അപ്പൊ നമ്മള് ഇവിടെ അമ്പലപ്പടി ഭാഗത്ത് പെയിന്റിങ്ങിലാട്ടോ, വീട് പെയിന്റിങ്ങിലാണ്. അപ്പൊ നമ്മൾ ഫുള്ള് അലക്കുകല്ല് ഇങ്ങനെ പോയിട്ട് കുറച്ചൊരു ചടക്കണ്ടാച്ചിട്ടൊന്ന് മാറ്റി ചവിട്ടി കേട്ടോ. ഇടയിൽ എല്ലാ പണി എടുക്കുന്നുണ്ട്, ഈ പണി ഒന്ന് എടുത്തു നോക്കിയതാണ്. അപ്പൊ ഇന്ന് പെയിന്റിങ്ങിനാട്ടോ, ഇത് മൊത്തം ഇങ്ങനെ പെയിന്റ് അടിക്കട്ടോ. അടിയിലും പെയിന്റ് പ്രൈമറൊക്കെ അടിക്കാണ്ട്, പെയിന്റ് ഒക്കെ വാങ്ങി കൊണ്ടിട്ട്. അപ്പൊ ഇത് പാരപ്പറ്റി ഞങ്ങളിങ്ങനെ പെയിന്റ് അടിക്കട്ടോ. ഇതില് വെള്ളം ചേർത്ത് അടിക്കുന്ന പെയിന്റ് കേട്ടോ. ഇതിലേക്ക് വെള്ളം ചേർത്ത് അടിക്കുന്ന പെയിന്റ് ആണ്. 1 ലിറ്റർക്ക് 750 മില്ലി വെള്ളം ചേർക്കും കേട്ടോ. അങ്ങനത്തെ പെയിന്റാണ്. അതിങ്ങനെ അടിക്കുന്ന പരിപാടി കേട്ടോ. അത്രേ ഉള്ളൂ. എന്നും ഇങ്ങനെ അലക്കുകല്ലായിട്ട് ഇങ്ങനെ പോണ്ടാച്ചിട്ട് ഒരു ദിവസം മെമ്മറിക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ട്. അപ്പൊ ബോറുണ്ടാവില്ലല്ലോ ഇടയ്ക്കൊരു പണി ചേഞ്ച് ആക്കുമ്പോ. അപ്പൊ പെയിന്റിങ്ങിലാട്ടോ. ദേവദ്യാല് അമ്പലപ്പടി ഭാഗത്ത് ദേവദ്യാല് റേഷൻ പിടി നടത്തുന്ന ദാമോരേട്ടന്റെ വീട്ടിലാട്ടോ പെയിന്റിങ്. അപ്പൊ പെയിന്റിങ്ങിന്റെ പണി നമ്മൾ ആദ്യമൊക്കെ എടുത്തിട്ടോ. ഇതിന് മുന്നൊക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടോ. അപ്പൊ വാട്ടർ പ്രൂഫ് നമ്മൾ ചെയ്യലുണ്ട്. നമ്മളെ ടീൻസ് ജെകേസ് അടിക്കണ ആ ചാനലിൽ അടിച്ചാൽ കിട്ടും നമ്മളെ വാട്ടർ പ്രൂഫ് കിട്ടോ, ചൂടാക്കി ചെയ്യണ. അതേപോലെ തന്നെ നമ്മൾ പെയിന്റിങ് കിട്ടോ, പെയിന്റിങ് ഉണ്ട്. അപ്പൊ പെയിന്റിങ്ങും ചെയ്യലുണ്ട്. നമ്മളിങ്ങനെ അലക്കുകല്ല് ഇങ്ങനെ എല്ലായിടത്തും ലോങ് ഒക്കെ പോയിട്ട് ബൈക്കിന് ഇങ്ങനെ ഓടിയിട്ട് ചടച്ചപ്പോ ഈ പെയിന്റിങ് ഒന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടോ. പെയിന്റിങ് വേണ്ടവരൊക്കെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ടീൻസ് ജെകേസ് പറഞ്ഞ ഗ്രൂപ്പിലുണ്ടാവും പെയിന്റിങ് അടിക്കാനുള്ളവര്. അതില് നമ്പർ ഉണ്ടാവട്ടോ, അതിൽ ബന്ധപ്പെട്ടാൽ മതി പെയിന്റിങ് അടിക്കാനുള്ളവര്. ആ മുകളിലൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മള് നീല പെയിന്റ് മുകളിലൊക്കെ അടിച്ചിന് അടിപൊളിയായിട്ട്. ഈ പെരന്റെ മുകളില് ഭാഗമൊക്കെ അടിച്ചിട്ടോ. ഇതൊക്കെ അടിച്ചിന് ഉണ്ടല്ലേ. ആ സൈഡ് ആ ലാസ്റ്റ് വരെ പാരപ്പറ്റ് മൊത്തം അടിച്ചിട്ടോ. അടിപൊളി നീല കളറാണ്. വർക്ക് വരെ എടുക്കും. അപ്പൊ പെയിന്റിങ് ഒരു പണി മാത്രല്ല പഠിച്ചത്, എല്ലാ പണിയും അറിയാം. അപ്പൊ നമ്മൾ എല്ലാ പണി എടുക്കും. അല്ലാതെ നമ്മള് ഒരു പണി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നമ്മള് JCB ഡ്രൈവറാണ്, ടിപ്പർ ഡ്രൈവറാണ്, ഓട്ടോറിക്ഷ ഓട്ടും, എല്ലാ പണിയും നമുക്കറിയാം. ഇപ്പൊ ചെങ്കല്ലിന്റെ കല്ല് വരെ അടിക്കും, ചെങ്കല്ലിന്റെ കല്ല് തട്ടിനടിക്കും. ഒരുവിധം എല്ലാ പണിയും, ആശുപത്രി അടിച്ചു, പോളിസി വർക്ക് ഉണ്ട്. ഒരുവിധം പണി ഏകദേശം നമ്മൾ അടിക്കും. ബാർപ്പിന് വയറിങ്ങിന്റെ പണിയെടുക്കും, പമ്പിങ്ങിന്റെ പണിയെടുക്കും. ഏത് പണിയാ കഴിയൂലെന്ന് നമ്മൾ പറയില്ല. അത് നമ്മള് കക്കൂസിന്റെ വേസ്റ്റ് പോയി മാത്രം വാങ്ങില്ല കേട്ടോ. ആ പണിക്ക് നമ്മൾ പോയില്ല. അതിന്റെ സ്മെല്ല് തലവേന. ബാക്കിയുള്ള ഒരു വിധം പണിയൊക്കെ നമ്മൾ എടുക്കുന്ന ആള്. ഇങ്ങനെയുള്ള പരിപാടി മുകളിലൊക്കെ അടിച്ചിട്ടുണ്ടോ? മുകളിലടിച്ചിട്ടുണ്ട്. ബാക്കിക്ക് ഇങ്ങനത്തെ കളർ മതി പറഞ്ഞോണ്ടാ. ഇതിക്ക് നമ്മള് ചന്ദന കളർ പെയിന്റ് ഉണ്ട്. ഈ പെയിന്റ് നീല പെയിന്റ് അടിക്കണ കഴിഞ്ഞ് നമ്മള് ചുമരിന് നമ്മള് പ്രൈമർ ചന്ദന കളറായിട്ട് അടിക്കണേ. മുകളിലുള്ള ആ ചന്ദന കളർ ടൈപ്പ് അടിക്കണേ. അപ്പൊ അതിന് വല്ലാതെ പൊടി പാറിയാലൊന്നും വല്ലാതെ ചളി ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അടിക്കട്ടോ. ആദ്യം ഇതിന്റെ മുകളിലൊരു ഡാർക്ക് പെയിന്റ് ഇപ്പൊ നമ്മള് നീലാക്കിന്. അതിലേതാ നല്ല ക്ലിയർ? നീലല്ലേ ക്ലിയർ? വീട് എടുത്ത് കാണിക്കണേ നീല കളറാണ് എടുത്ത് കാണിക്കുന്നത്. മറ്റതെന്തോ ഒരു നെഗറ്റീവ് പോലെ, ഒരു മൈനസ് മാർക്കുള്ള മാതിരി. ഇതാകുമ്പോ നീലാകുമ്പോ നല്ല ക്ലിയർ ആയിട്ട് പക്ക പച്ചലതിന്റെ ഇടയിലൊക്കെ നീലങ്ങനെ കിടന്നിങ്ങനെ കളിക്കുമ്പോ നല്ല കാണാൻ നല്ലൊരു വീടിന് നല്ലൊരു ഐശ്വര്യമുണ്ട്. അപ്പോ മറ്റേതൊരു ലൈറ്റ് ഒരു ലുക്കില്ല. ലൈക്ക് ചെയ്യാ, ബെല്ല് ഒന്ന് അമർത്തണേ. അങ്ങനെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണല്ലോ. ഓക്കെ. അപ്പൊ നമ്മളിത് പെയിന്റ് അടിച്ച് കഴിഞ്ഞു കേട്ടോ. മൊത്തം മുകളിലടിച്ചിന് അടിയിൽ ഇത് ചന്ദന കളറൊക്കെ അടിച്ച് എല്ലാം ദമ്മാക്കി കേട്ടോ. ചന്ദന കളർ ഇതിലൊന്നും പെയിന്റ് ആവാതെ നല്ല ക്ലിയർ ആയിട്ട്, ജനാലിലൊന്നും പെയിന്റ് എവിടെ ആവാതെ നല്ല ടച്ച് ചെയ്യാതെ ഫുള്ള് ക്ലിയർ ആക്കിന്. അടിയിൽ ബ്ലാക്ക് കൊടുത്തിന്, ബോർഡർ നീല കളർ കൊടുത്തിന് കേട്ടോ. മൊത്തത്തിൽ അടിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മളെ അടുത്ത സൈറ്റ് കാണാം. ഓക്കെ. ഈ തിണ്ടൊക്കെ ഒന്ന് അടിച്ചു കേട്ടോ. തിണ്ടൊക്കെ അടിച്ച് 2 സൈഡും അടിച്ചിന്. അപ്പൊ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഞാൻ അടുത്ത സൈറ്റിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ.